ഹേ സിനിമയിൽ ചാനൽ സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു സീരീസിന്റെ ഒരു റിവ്യൂ ആണ്. സീരീസ് നെറ്റ്ഫ്ലിക്സിലാണ് സ്ട്രീം ചെയ്യുന്നത്. സീരീസിന്റെ പേര് ഓപ്പറേഷൻ സഫീസ് സാഗർ. അപ്പോൾ കാർഗിൽ യുദ്ധത്തെ പറ്റിയാണ് ചിത്രം പങ്കുവെക്കുന്നത്. അപ്പോൾ ഈ സീരീസ് ഡയറക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഒനി സെൻ ആണ്. സിദ്ധാർത്ഥാണ് മെയിൻ ലീഡായിട്ട് തോന്നുന്നത്. കുറേ കഥാപാത്രങ്ങളുണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് പറയാം. അപ്പോൾ എനിക്ക് ഈ റെക്കമെൻഡേഷൻ വന്നത് ഇൻസ്റ്റ വഴി ആണ്. ഞാനിങ്ങനെ റീൽസൊക്കെ നോക്കുന്ന സമയത്ത് വന്നൊരു ഷോർട്ടിൽ വന്നാണ് ഈ സിനിമ നല്ലതാണ്, അതായത് ഈ സീരീസ്. അപ്പോൾ പോയി കണ്ടാണ്. വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. പോസ്റ്റർ കണ്ടപ്പോഴും കുഴപ്പമില്ല, ട്രെയിലർ അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. പക്ഷെ എന്തോ ഒരു മടി കാരണം പിന്നെ ഞാൻ കണ്ടു ആദ്യത്തെ എപ്പിസോഡ് കണ്ടു. പിന്നെ ഒറ്റ തീർന്നത് 6ാമത്തെ എപ്പിസോഡിലാണ്. അപ്പോൾ മൊത്തത്തിൽ 6 എപ്പിസോഡാണ്. ഓരോ എപ്പിസോഡും 50 മിനിറ്റ് ആണ്. അപ്പോൾ എന്തായാലും ഒരാൾ തരി പോലും ലാഗ് ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ സീരീസിനെ പറ്റി എടുത്ത് പറയുകയാണെങ്കിൽ ഇതിൽ VFX വർക്കാണ്. സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. കാരണം നമ്മുടെ പാട്രിയോട്ട് എന്ന ചിത്രത്തിൽ പോലും ഇത്ര മനോഹരമായിട്ടും ആ ഒരു ഇന്ത്യൻ എയർഫോഴ്സ് അവിടെ ഇന്ത്യൻ എയർഫോഴ്സിനെ പറ്റി അവിടെ പറയുന്നത് പോലും അതിൽ കുറച്ച് വ്യൂസിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ പോലെ തോന്നി. പക്ഷേ ഈ സീരീസിൽ ലിറ്ററലി ഞാൻ ഞെട്ടിപ്പോയി. ഓരോ സീൻ, അതായത് ഇന്ത്യൻ എയർഫോഴ്സിനെ പറ്റിയാണ്, ഇന്ത്യൻ ആർമിയെ പറ്റിയല്ല ചിത്രം പങ്കുവെക്കുന്നത്. കൂടുതലും ഇന്ത്യൻ എയർഫോഴ്സിനെ പറ്റിയാണ്. നിങ്ങൾക്ക് അതിൻ്റെ പോസ്റ്ററൊക്കെ കണ്ടാൽ മനസ്സിലാവും, ഇവിടെ കൊടുത്തേക്കാം. അപ്പോൾ അങ്ങനെ ഒരു അൺസൺ, അതായത് അവരെ പറ്റി പറയാത്ത, നമ്മുടെ ഇന്ത്യൻ ആർമിയെ പറ്റിയാണ് പൊതുവെ പറയാറ് ന്യൂസിലാണെങ്കിൽ പോലും. അപ്പോൾ ഇന്ത്യൻ എയർഫോഴ്സിനെ പറ്റിയാണ് ഉടനീളം പറഞ്ഞു വയ്ക്കുന്നത്. അവരുടെ പോയിന്റ് ഓഫ് വ്യൂയിലുള്ള കാർഗിൽ യുദ്ധത്തിനെ പറ്റിയാണ്. ഞാൻ മലയാളം കണ്ടത്, എല്ലാ ഓഡിയോ അവൈലബിൾ ആണ്. മലയാളം നല്ല മികച്ച ഡബ് തന്നെയായിരുന്നു. അപ്പോൾ പാകിസ്ഥാനിൽ നടന്ന സംഭവം പിന്നെ ഇന്ത്യയിലുള്ള സംഘർഷ സംഭവങ്ങളൊക്കെയാണ് ചിത്രം പങ്കുവെക്കുന്നത്. നിങ്ങളൊരു യൂഷ്വൽ പട്ടാള ചിത്രം പ്രതീക്ഷിക്കരുത്. വൻ വെടിപ്പ് സംഭവങ്ങളൊന്നുമല്ല. കുറച്ച് പ്ലാനിങ്, അതായത് അവരെങ്ങനെ പ്ലാൻ ചെയ്തു, അവരുടെ ബുദ്ധി, അങ്ങനത്തെ ഇന്ത്യൻ എയർഫോഴ്സിന്റെ നീക്കങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ആ ഒരു ലൈൻ ഓഫ് കൺട്രോളിലൊക്കെ ബേസ് ചെയ്തുള്ള കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പാകിസ്ഥാൻ്റെ ഒരു ചതിയും സംഭവങ്ങളൊക്കെയാണ് ചിത്രം ഈ സീരീസ് ഉടനീളം പറഞ്ഞു വയ്ക്കുന്നത്. ഒരു തരി പോലും ലാഗ് ഉണ്ടായിരുന്നില്ല. ഒരു ഗംഭീര, ഒരു മസ്റ്റ് വാച്ച് സീരീസ് തന്നെ ഞാൻ പറയുള്ളൂ. നിങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെടാണ്ടിരിക്കില്ല സീരീസ്, അത്രയ്ക്കും ഉറപ്പാണ് എനിക്ക്. പിന്നെ മേ ബി നിങ്ങൾക്ക് ലാഗ് അവിടെ നിന്ന് എനിക്ക് തോന്നിയില്ല. ഓരോരുത്തരുടെ ഇഷ്ടമാണ്, ചിലപ്പോൾ തോന്നിയേക്കാം. പക്ഷെ എനിക്ക് ഔട്ട് ആൻഡ് ഓൾ ഫുൾ എനിക്ക് ഒറ്റ ലാഗ് പോലും തോന്നിയില്ല. ഭയങ്കര ഗ്രിപ്പിംഗ് ആയിരുന്നു. ഞാൻ ഒറ്റയടിക്കാണ് ഈ 6 എപ്പിസോഡ് കണ്ടത്. പിന്നെ ഈ സീരീസിൻ്റെ എടുത്ത് പറയാനുള്ള മ്യൂസിക്കാണ്, ഗംഭീര മ്യൂസിക്കാണ്. നമുക്ക് ചില എപ്പിസോഡിലൊക്കെ വൻ ഗൂസ് ബംസ് ആണ് തരുന്നത്. ഇടയ്ക്ക് റിയൽ ഇൻസിഡൻസിലോ കുറേ വിഷ്വൽസും അവർ കാണിക്കുന്നുണ്ട്. ഒരു പാരലായിട്ടുള്ള രീതിയിലാണ് കാണിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു പ്ലെയിൻ, അതായത് ജെറ്റാണ് മെയിൻലി കാണിക്കുന്നത്. ആ ഒരു ജെറ്റിൻ്റെ ആ ഒരു പറത്തണ രീതിയും, സത്യം പറഞ്ഞാൽ നിങ്ങളൊരു ഇത്തിരി ബിഗ് സ്ക്രീനിൽ കാണുകയാണെങ്കിൽ, ഞാൻ ലാപ്ടോപ്പിലാണ് കണ്ടത്, ബിഗ് സ്ക്രീനിൽ കാണുകയാണെങ്കിൽ വൻ എഫക്റ്റ് തന്നെ ആയേനെ. കാരണം ആ വ്യൂസ് നമുക്ക് അത്ര ഡീറ്റെയിലിംഗ് ആണ്. നമുക്ക് ഒരു തരി പോലും അതിൽ ബോറടിക്കില്ല, അതിലൊരു ബാഡ് ഫീലിംഗ് തോന്നില്ല. അത്രയ്ക്ക് ഗംഭീരമായിട്ടാണ് അതിൻ്റെ VFX വർക്ക് ചെയ്തിരിക്കുന്നത്. ഏത് ടീമാണെന്ന് ഞാൻ നോക്കിയില്ല. ഒരു ഗംഭീര വർക്ക് തന്നെയാണത്. കാരണം ഇങ്ങനെ ഒരു സീരീസിൽ ഇത്ര മികച്ചമായിട്ടൊക്കെ ഒരു VFX പരിപാടി ഉണ്ടാവുമെന്ന് ഞാൻ പോലും അറിഞ്ഞില്ല. കാരണം നമ്മുടെ സിനിമയിലൊക്കെ ചെറിയ പരിപാടികളൊക്കെ ഉണ്ടാകാൻ തന്നെ ഭയങ്കര മോശമായിട്ടാണ് ചില VFX ഒക്കെ എപ്പോഴും തോന്നിക്കുന്നത്. പക്ഷെ അവർ നല്ല കിടിലായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യൻ എയർഫോഴ്സിൽ ഇത്ര പ്രാധാന്യമൊക്കെ ഉണ്ടായിരുന്നു എന്ന ഒരു കാണിച്ചൊരു ചിത്രമാണ്. നമ്മൾ ഇന്ത്യൻ ആർമി എന്നാണ് കേൾക്കുന്നത്, അവർക്കും പ്രാധാന്യമുണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ ഇന്ത്യൻ എയർഫോഴ്സിന് നമ്മൾ അത്ര കേട്ട് കേൾവിയില്ലാത്തൊരു സംഭവമാണ്. അതായത് ഇന്ത്യൻ ആർമിയെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ അങ്ങനെ പറയാത്ത ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളാണ്. അതുകൊണ്ട് തന്നെ ഇവർ അതിൻ്റെ അടിയിലുള്ള സബ് ടൈറ്റിൽ ഇത് അതായത് അൺടോൾഡ് സ്റ്റോറി ഓഫ് ദ ഹീറോസ്, അല്ല, അൺടോൾഡ് സ്റ്റോറീസ് ഓഫ് ദ കാർഗിൽ വാർ എന്നാണ്. അപ്പോൾ പറയപ്പെടാത്തൊരു കഥയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അവരെ അത്ര നമ്മൾ ശ്രദ്ധിക്കപ്പെടാത്ത ഒരാളാണ് ഈ ഇന്ത്യൻ എയർഫോഴ്സ്. അപ്പം അവരാണ് മെയിൻ മിസൈൽ സംഭവങ്ങളൊക്കെ ഉള്ളത്. പിന്നെ ഇതിൽ കുറേ സംഭവങ്ങൾ പറയുന്നുണ്ട്. അതായത് നമ്മുടെ ഇന്ത്യയിൽ വേൾഡിൽ തന്നെയുള്ള മികച്ചൊരു ഓപ്പറേഷൻ തന്നെയാണ് ഇന്ത്യൻ എയർഫോഴ്സ് വഹിച്ചത്. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് മൊത്തത്തിൽ ഡീറ്റെയിൽ ചിത്രം തന്നെ പങ്കുവെക്കുന്നുണ്ട്. ഞാൻ കൂടുതൽ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ എൻ്റെ റെക്കമെൻഡേഷൻ നിങ്ങൾ എന്തായാലും പോയി കാണണം. അപ്പോൾ സീരീസ് ഇപ്പോൾ നമ്മുടെ നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. നേരത്തെ പറഞ്ഞ പോലെ ഒരു 6 എപ്പിസോഡിലാണ്. ഒരു അത്യാവശ്യം വലിയ ലെങ്ത്തൊന്നും തോന്നിക്കുന്നില്ല. 50 മിനിറ്റ് ആണെങ്കിൽ പോലും പെട്ടെന്ന് തന്നെ കടന്ന് പോകുന്നുണ്ട്. പിന്നെ ഓരോ കഥാപാത്രങ്ങൾ നമ്മുടെ മനസ്സിൽ കൂടും ഈ സീരീസ് കഴിഞ്ഞാൽ. അവരുടെ ഒരു, കാരണം അത്രയ്ക്ക് കണക്റ്റിംഗ് ആണ്. എല്ലാവരും പറഞ്ഞ് ഇങ്ങനെ ഓരോ സ്റ്റുഡൻസ്, അവരൊക്കെ പേര് ഞാൻ കൃത്യമായിട്ട് നോക്കിയില്ല. അതിൽ മെയിൻ മാസ്റ്ററാണ് പോലും, പുള്ളിയുടെ പേര് ടോണി എന്തോ ആണ്. അപ്പോൾ ആ കഥാപാത്രങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ അത്രത്തോളം തങ്ങി നിൽക്കും. അപ്പോൾ ഇന്ത്യൻ ആർമിക്ക് ഇൻഡിപെൻഡൻസ് ഡേ ഇത്തിരി ലേറ്റായി പോയി. ഇന്നലെ ആയിരുന്നു, എങ്കിലും ഞാൻ ഇന്നലെ തന്നെയാണ് സീരീസ് കണ്ടത്. അതാണ് റിവ്യൂ ഇത്തിരി ലേറ്റായി പോയത്. അപ്പോൾ നിങ്ങൾ എന്തായാലും പോയി കാണും.